ഓക്കെ. അപ്പോൾ അക്ഷരാധികരണം. അക്ഷരം അമ്പരാന്തധൃതേഹേ. സൂത്രം 10. ഇതിന് ആധാരമായിട്ടുള്ള, ഈ സൂത്രത്തിന് ആധാരമായിട്ടുള്ളത് ബൃഹദാരണ്യ ഉപനിഷത്തിലെ കസ്മിന്നു ഖലു ആകാശഃ ഓതശ്ച പ്രോതശ്ചേതി. ആകാശം കസ്മിന്നു ഖലു ആകാശ ഓതശ്ച പ്രോതശ്ചേതി സഹോവാച ഏതദ്വൈ തദക്ഷരം ഗാർഗി ബ്രാഹ്മണാഃ അഭിവദന്തി അസ്തൂലം അനണു. ബൃഹദാരണ്യം 3:8-7-8. ഇതാണ് സംഭവം. അപ്പോൾ ഇവിടെ ഈ ബൃഹദാരണ്യ ഉപനിഷത്തിൽ നമുക്ക് ഈ യാജ്ഞവൽക്യ ഗാർഗി ഇവർ രണ്ടുപേരും തമ്മിലുള്ള സംവാദത്തെ നമുക്ക് കാണാം. അപ്പോൾ ഈ സംവാദത്തിൽ ഗാർഗി ചോദ്യം ചോദിക്കുന്നു, യാജ്ഞവൽക്യ മഹർഷി അതിന് ഉത്തരം പറയുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ പോക്ക്. അപ്പോൾ ഇതാണ് സൂത്രം. അക്ഷരം അമ്പരാന്തധൃതേഹേ. അപ്പോൾ അക്ഷരം എന്താണ് എന്ന് ഉള്ളതാണ് ഇവിടുത്തെ ഈ അധികരണത്തിലെ ചർച്ച പോയിരിക്കുന്നത്. അതിന് അക്ഷരം ബ്രഹ്മമാകുന്നു. അതിന് കാരണം അമ്പരാന്തധൃതേഹേ, അമ്പരം വരെയുള്ളതിനെ ധരിച്ചിരിക്കുന്നതിനാൽ എന്നതാണ് ഈ സൂത്രത്തിൻ്റെ അർത്ഥം. ഇവിടുത്തെ ഉപനിഷത്ത് വാക്യം ഇതാണ്: കസ്മിന്നു ഖലു ആകാശ ഓതശ്ച പ്രോതശ്ചേതി. ഈ ആകാശം ഏതിലാകുന്നു? ഊടും പാവും. ഈ ആകാശത്തിന് ഊടും പാവുമായിട്ടുള്ളത് ഏതാകുന്നു? ഇതാണ് ചോദ്യം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ആകാശം എഴുതിയിരിക്കുന്നത് അവ്യാകൃതാകാശം എന്ന് മനസ്സിലാക്കണം. അത് എവിടെയാകുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ അതിന് മറുപടിയായിട്ട് കൊടുത്തത് സഹോവാച. അപ്പോൾ ഇവിടെ യാജ്ഞവൽക്യ മഹർഷി, ഇതാണ് സഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. യാജ്ഞവൽക്യ മഹർഷി ഉവാച പറഞ്ഞു, ഏതത് വൈ തദക്ഷരം ഗാർഗി. അപ്പോൾ അത് അക്ഷരമാകുന്നു ഗാർഗി എന്ന്. അപ്പോൾ ഈ അക്ഷരം എന്താണെന്ന് അഭിവദന്തി അസ്തൂലം അനണു എന്ന്. അസ്തൂലം സ്ഥൂലമല്ലാത്തത്, അനണു അണുവല്ലാത്തത്. അപ്പോൾ അണുവും സ്ഥൂലവുമല്ലാത്ത ഇതിലായിരിക്കുന്നു. എന്താണെന്ന് അതെന്ന് എങ്ങനെയാണ്? വസ്ത്രത്തിൻ്റെ വിലങ്ങത്തിൽ ചേർത്തിരിക്കുന്ന നൂലിന് ഓതം എന്ന് പറയുന്നു. നീളത്തിൽ ചേർത്തിരിക്കുന്ന നൂലിന് പ്രോതം എന്നും പറയുന്നു. അപ്പോൾ ഇപ്രകാരം ഈ സർവ്വലോകങ്ങളും ഏതിലാണ് നിൽക്കുന്നതെന്ന്. വസ്ത്രം നിൽക്കുന്നത് നൂലിലെന്ന പോലെ, ഓതവും പ്രോതവുമായിട്ടുള്ള നൂലിലെന്ന പോലെ ഈ പറയുന്ന പ്രപഞ്ചം ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ സാരം. അതിന് യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്, ആ വസ്തുവായ അക്ഷരം സർവത്തെയും ധരിച്ചുകൊണ്ട് വിളങ്ങും. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഈ അക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കും. ചോദ്യത്തിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ചോദ്യത്തിനകത്ത് അക്ഷരം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ബ്രഹ്മമാണോ, രണ്ടാമത്തേത് ബ്രഹ്മമല്ല എങ്കിൽ മറ്റെന്താണ്. ഇത് രണ്ട് തരത്തിൽ. ഇപ്പം മറ്റെന്താണെന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന് ഓംകാരമാണോ, രണ്ടാമത്തേത് മൂലപ്രകൃതിയാണോ, അല്ലെങ്കിൽ പ്രധാനം എന്ന് പറയുന്നതാണോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് വേർതിരിച്ച്. ഇതിനെ വേർതിരിച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ശങ്ക അല്ലെങ്കിൽ പൂർവപക്ഷം എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. അക്ഷരമെന്ന് പറഞ്ഞിരിക്കുന്നത് ഓംകാരമാകുന്നു. ഓംകാര ഏവേദം സർവം എന്ന്. അപ്പം അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ അക്ഷരം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? അക്ഷര സമാംനായ. അക്ഷരം സമാംനായ എന്ന് പറഞ്ഞാൽ അക്ഷര സമൂഹം എന്നാണ് അർത്ഥം. ഈ അക്ഷര സമാംനായ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓംകാരത്തെയാണ്. അക്ഷര സമൂഹം. അപ്പോൾ അതുകൊണ്ട്
ഈ അക്ഷര സമാംനായ എന്ന് പറഞ്ഞാൽ അക്ഷര സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ അക്ഷര സമൂഹം എന്ന് പറയുമ്പോൾ വർണ്ണ സമൂഹം എന്നാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അക്ഷരം എന്ന് പറഞ്ഞാൽ വർണ്ണം എന്നർത്ഥം കിട്ടും. വർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകാരാദി വർണ്ണങ്ങൾ നമുക്കറിയാം, ആ ആ ഈ ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം വർണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർണ്ണങ്ങളുടെ ഒരു സമൂഹത്തിനെയാണ് അക്ഷര സമാംനായ അക്ഷര സമൂഹം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അക്ഷരങ്ങൾ പഠിക്കുക എന്ന് മലയാളത്തിൽ പറയുമല്ലോ, അക്ഷരം തന്നെയാണ് അക്ഷരം. അപ്പോൾ ഇതിനകത്തിപ്പം ഈ വേദത്തിലെ അക്ഷരം എന്നവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഓംകാരത്തെ ആണെന്നുള്ളത്. ഓം എന്ന അക്ഷരം എടുത്തിരിക്കുന്നു, ഓം. അതാണ് ഇവിടുത്തെ ഒരു ചർച്ചാ വിഷയം. അപ്പം ഇതിന് ഓംകാര ഏവേദം സർവം എന്ന്. അപ്പോൾ നമുക്കറിയാം അകാര, നമ്മൾ അങ്ങനെയാണല്ലോ പറയുന്നത്, അകാരഹ ഇകാര. അപ്പോൾ അതേമാതിരി ഓംകാരഹ. അപ്പോൾ ഓംകാരഹ ഏവ ഇതം സർവം. അപ്പോൾ ഈ അതുകൊണ്ടാണ് നമുക്ക് ഈ കാര എന്നുള്ളത് ഇപ്പോൾ എങ്ങനെയാണ് കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് നമ്മൾ ആ മാത്രമാണെങ്കിൽ അകാരം എന്ന് പറയുന്നു, ഈ കാരം എന്ന് പറയുന്നു, ഉകാരം എന്ന് പറയുന്നു, അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഓം എന്ന് പറയുന്നത് എന്താണോ അതിനെയാണ് ഓംകാരഹ എന്ന് പറയുന്നത്. രണ്ടും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഓംകാരം എന്നുള്ള ആ ഒറ്റ പ്രയോഗം എന്നാണ്. അപ്പോൾ ഓംകാരം സമം ഓ, അത്രയേ ഉള്ളൂ. അപ്പോൾ അവർണം സമം അകാരഹ സമം അ എന്ന് പറയുന്നത് പോലെയാണ്. അവർണം എന്ന് പറയുന്നതും അകാരം എന്ന് പറയുന്നതും ആ എന്ന് പറയുന്നതും എല്ലാം ഒന്ന് തന്നെ. അപ്പോൾ നമ്മൾ അവർണം എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർണം എന്ന് എഴുതേണ്ടത് ആ എന്നാണ് എഴുതേണ്ടത്. അല്ലെങ്കിൽ അകാരം എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതാ എഴുതേണ്ടത്? ആ മാത്രമേ എഴുതാവൂ, അകാരം എന്ന് എഴുതരുത്. അതേപോലെയാണ് ഓംകാരം എന്ന് പറയുന്നത്. അപ്പോൾ ഓംകാരം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓം എന്നാണ് എഴുതേണ്ടത്, അത് ഓംകാരം എന്ന് എഴുതി വെക്കരുത്. മനസ്സിലായി? അപ്പോൾ ഇവിടെ അത് എഴുതാൻ പറഞ്ഞാൽ ഓംകാരം എന്നുള്ളത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓംകാരം തന്നെ എഴുതണം, അതല്ല ഉദ്ദേശിച്ചത്. ഓംകാരം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓം. അപ്പോൾ ഇപ്പം ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക്. ശരി, അപ്പോൾ അതാണ് അക്ഷരം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഓംകാരഃ ഏവ ഇദം സർവം എന്ന് ഛാന്ദോഗ്യോപനിഷത്ത് 2:23 പറഞ്ഞിരിക്കുന്നു. ഓംകാരഃ ഏവ ഇദം സർവം, ഇതെല്ലാം ഓംകാരമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓംകാരമാണ്. അതുകൊണ്ട് ഓംകാരം ഏവ ഇദം സർവം എന്ന് പറയുന്നതിനകത്ത് അർത്ഥവുമുണ്ട്. അങ്ങനെ വരുമ്പോൾ അക്ഷരം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ബ്രഹ്മത്തെയല്ല, പകരം ഓംകാരത്തെയാണ്. പിന്നെ ഓംകാരം ബ്രഹ്മമാണോ അല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം, അത് പിന്നത്തെ വിഷയം. അതുകൊണ്ട് അക്ഷരം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മീനിങ് ആയിട്ട് ഓംകാരം എടുത്തൂടെ, ഇതാണ് സംശയം. ഓംകാരഃ ഏവ ഇദം സർവം എന്ന് മറ്റൊരു ശ്രുതി പറയുന്നുണ്ടല്ലോ. എന്നിട്ട് നമുക്ക് ഈ ഓംകാരത്തിന് വേണ്ടിയിട്ട് ഓംകാരത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നതും ഏതദ്ദേവാക്ഷരം ബ്രഹ്മ ഏതദ്ദേവാക്ഷരം പരം ഏതദ്ദേവാക്ഷരം ജ്ഞാത്വാ ബ്രഹ്മലോകേ മഹീയതേ, ഇങ്ങനെ ഓംകാര മഹത്വത്തെക്കുറിച്ച് പറയുന്ന, പിന്നീട് ഓംകാരത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് എത്ര ഉപനിഷത്തുകളാണ് പറയുന്നത്. അപ്പോൾ മുണ്ടകോപനിഷത്തൊക്കെ നമുക്ക് ഓംകാരത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഏതദ്വൈ തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മന്ത്രങ്ങളും ഒക്കെ നമുക്ക് ധാരാളം കാണുന്നുണ്ടല്ലോ. പ്രണവോ ധനുശ്ശരോഹ്യാത്മാ, ഇപ്പം പ്രണവം എന്ന് പറഞ്ഞിരിക്കുന്നത് ഓംകാരത്തെ തന്നെയാണ്. അപ്പം പ്രണവം എന്ന് പറയുന്നതിനെക്കുറിച്ച് പിന്നെയും വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മഹത്വം കൊടുത്തിരിക്കുന്ന ഒരു വാക്കാണ് ഈ ഓംകാരം. അതുകൊണ്ട് അക്ഷരം എന്ന് പറഞ്ഞിരിക്കുന്ന ഓംകാരത്തെ തന്നെ എടുത്തൂടെ, ഇതാണ് ചോദ്യം. ഇത് ചോദ്യമായിട്ട് നിൽക്കുകയാണ്. ഓംകാരഃ ഏവ ഇദം സർവം എന്ന് ശ്രുതിയിൽ കാണുന്നു. അപ്പം ത്രികാലത്തിലും വെവ്വേറെ കാണപ്പെടുന്ന മൂന്ന് കാലം, അതാണ് മൂന്ന് കാലത്തിലും വെവ്വേറെ കാണപ്പെടുന്ന പൃഥിവ്യാദി സകല വികാരവർഗവും ആകാശത്തിലിരിക്കുന്നു എന്നാണ് യാജ്ഞവൽക്യൻ ആദ്യം പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ആകാശം എന്തിലിരിക്കുന്നു എന്ന് ഗാർഗി വീണ്ടും ചോദിക്കുന്നു. ഈ ചോദ്യത്തിൻ്റെ സമാധാനം പറഞ്ഞുകൊണ്ടാണ് അക്ഷര എന്നുള്ള പ്രയോഗം ഉണ്ടായത്. അതുകൊണ്ട് അപ്പോൾ അതേപോലെ തന്നെയാണ് ഉപസംഹാരത്തിലും വരുന്നത്. ഏതസ്മിന്നു ഖലു അക്ഷരേ ഗാർഗി ആകാശഃ
ഓതശ്ച പ്രോതശ്ചേതി, ഈ അക്ഷരത്തിലാണ് എന്ന് യാജ്ഞവൽക്യ മഹർഷി അവിടെയും എടുത്തു തന്നെ പറയുന്നുണ്ട്. അപ്പം അതാണല്ലോ ഇവിടുത്തെ ചോദ്യം. അങ്ങനെ വരുമ്പോൾ ആകാശം വരെയുള്ള സകലത്തെയും ധരിക്കുന്നത് ഓംകാരമാണോ ധരിക്കുന്നത് അതോ ബ്രഹ്മമാണോ ധരിക്കുന്നത്? തീർച്ചയായിട്ടും ബ്രഹ്മമാണ്, ബ്രഹ്മത്തിൻ്റെ പ്രതീകമാണ് ഓംകാരം എന്ന്. അപ്പം പ്രതീകം ധരിക്കുന്നു എന്നർത്ഥമല്ല. ഓംകാരം എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രതീകമാണ്. വർണ്ണം എന്നുള്ളത് അക്ഷരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡയറക്റ്റായിട്ട് ഈ ഓംകാരം എന്ന് പറയുന്നതിലേക്ക് എടുക്കരുത്, പകരം ബ്രഹ്മത്തെ തന്നെ എടുക്കണം എന്നാണ് ഇതിൻ്റെ സാരം. അപ്പോൾ അതിൻ്റെ അർത്ഥം നക്ഷരതി ഇത് അക്ഷരം എന്നുള്ളതാണ്. അക്ഷരം ബ്രഹ്മ എന്ന്, നക്ഷരതി എന്ന് സാരം. ഇനി അടുത്തത്, അപ്പം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ ഈ അക്ഷരം എന്ന് പറയുന്നത് പല അർത്ഥത്തിലും അക്ഷരം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ രണ്ടാമത്തെ അക്ഷരം എന്ന് ഉദ്ദേശിക്കുന്നത് നേരിട്ട് പ്രധാനത്തെ തന്നെ അക്ഷരം എന്നാക്കിക്കൂടെ എന്നുള്ളതാണ് അടുത്ത ചോദ്യം വരുന്നത്. കാരണം പ്രകൃതിയിലെ ഇപ്പം മൂലപ്രകൃതി, അപ്പം ഈ ക്ഷരതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂലപ്രകൃതിക്കും ബാധകമാണ്. നമ്മളെല്ലായ്പ്പോഴും കാണുകയുണ്ടായി അവ്യക്താദീനി ഭൂതാനി വ്യക്തമദ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ എന്നൊക്കെയുള്ള പ്രയോഗത്തിൽ ഈ അവ്യക്തം എന്നുള്ളത് അത് മൂലപ്രകൃതിയാണല്ലോ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള ചോദ്യങ്ങളോടും കൂടിയിട്ട് നമുക്കവിടെ ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ നമുക്കൊരു വ്യക്തത വരുത്തേണ്ടി വരുന്നുണ്ട്. ഇതിനകത്ത് ഈ മൂലപ്രകൃതി എന്ന് പറയുന്നതും ബ്രഹ്മം എന്ന് പറയുന്നതിനകത്ത് കൃത്യമായിട്ടുള്ള വേർതിരിവ് എവിടെയാണ് ഉണ്ടായിരിക്കുന്നത്? അതുപോലെ തന്നെ ഇതിന് ഈ നാശമില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലപ്രകൃതിക്ക് അല്ലേ അത് നാശമില്ലായ്മ എന്ന് പറയുന്നത് മൂലപ്രകൃതിയുടേത് ഒരു നിത്യത്വ കൽപ്പന എല്ലായിടത്തും കൊടുക്കുന്നുമുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഏരിയയായിട്ട് അവിടെ കിടക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ എന്താ അതിന് സമാധാനം കൊടുക്കുക? അതിനുള്ള സമാധാനമാണ് അടുത്ത സൂത്രം തന്നെ പറയുകയാണ്. സാച പ്രശാസനാത് എന്നുള്ളൊരു പ്രയോഗം എന്നുള്ള ഉള്ള സൂത്രം. അപ്പോൾ ഈ സൂത്രത്തിൻ്റെ അർത്ഥം എന്താ? സാച പ്രശാസനാത് എന്ന്. അപ്പം പ്രശാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസിക്കൽ എന്ന്. അപ്പം ശാസിക്കൽ എന്ന് എടുത്തു പറഞ്ഞിട്ടുള്ളതിനാൽ എന്ന്, ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താ ശാസിക്കൽ എന്ന് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ അക്ഷരത്തിന് ശാസന അധികാരത്തോടു കൂടിയിട്ടുള്ള അക്ഷരത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശാസനാധികാരം ഇല്ലാത്ത അക്ഷരത്തെ അല്ല. അപ്പോൾ എന്താണ് ഈ ശാസനാധികാരം? ശാസനാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതസ്യ വാ അക്ഷരസ്യ പ്രശാസനെ ഗാർഗി സൂര്യചന്ദ്രമസൗ വിധൃതൗ തിഷ്ഠതഃ എന്ന് ബൃഹദാരണ്യ ഉപനിഷത്ത് 3:8-9 പറയുന്നുണ്ട്. സൂര്യചന്ദ്രമസൗ എന്ന് പറയുമ്പോൾ സൂര്യനും ചന്ദ്രനും ഇവർ രണ്ടുപേരും വിധൃതൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ സ്വസ്ഥാനത്ത് അവർ നിൽക്കുന്നു. ആരുടെ എന്തിനാൽ? ഏതസ്യവ അക്ഷരസ്യ പ്രശാസന, ഈ അക്ഷരത്തിൻ്റെ ശാസനയാൽ സൂര്യനും ചന്ദ്രനും സ്വസ്ഥാനത്ത് നിൽക്കുന്നു എന്ന്. ഈ അക്ഷരത്തിൻ്റെ ആജ്ഞയാൽ, അപ്പോൾ അതാണ് ഈ ശാസനം എന്ന് പറഞ്ഞാൽ, ആജ്ഞയാൽ കൽപ്പനയാൽ എന്ന്. അപ്പോൾ നമുക്ക് ഈ ബ്രഹ്മത്തിൻ്റെ ശാസനയാലാണ് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. മൃത്യുധാവതി പഞ്ചമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭീഷാസ്മാത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഈ അക്ഷരത്തിൻ്റെ ശാസനയാൽ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏതസ്യവ അക്ഷരസ്യ പ്രശാസനെ എന്ന്. അപ്പോൾ ഈ അക്ഷരത്തിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഏതൊരു അക്ഷരത്തിലാണോ ഈ ആകാശാദികൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ആകാശാദികൾക്ക് ഉടുംബാവുമായിട്ട് നിൽക്കുക, ഇതാണ് നമ്മൾ ഓതം പ്രോതം എന്ന് പറയുന്നത്, ഈ ഉടുംബാവും. അപ്പോൾ ഓതവും പ്രോതവുമായിട്ട് ആകാശാദികളുടെ ഓതവും പ്രോതവുമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആകാശാദികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആകാശം വരെയുള്ള എല്ലാം എന്നുള്ള അർത്ഥത്തിലാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് അംബരാന്ത ധൃതേഹ എന്ന് പറഞ്ഞത്. അപ്പോൾ അമ്പരം വരെയുള്ളതിനെ ധരിച്ചിരിക്കുന്നത്, ഇതാണ് അംബരാന്തം എന്ന് പറഞ്ഞത്. അംബരാന്തം എന്ന് പറഞ്ഞാൽ അമ്പരം വരെയുള്ളതെന്നുള്ളത്. അപ്പോൾ അമ്പരം വരെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സൃഷ്ടിയിൽ ഈ 24 തത്വങ്ങളെന്ന് പറയുമല്ലോ, 24 തത്വങ്ങളിൽ 24 തത്വങ്ങളും എന്ന് പറയാം. അപ്പോൾ 25ാമത്തേതെന്നാണ് ഈ പുരുഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ 24-നകത്തെ ആദ്യത്തേത് പ്രധാനമാണ്. അവസാനം വരുമ്പോൾ നമുക്ക് ഏറ്റവും അവസാനം ഏതാണോ പറഞ്ഞിരിക്കുന്നത് അതുവരെയുള്ള സകലതും. അപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ഏറ്റവും സ്ഥൂലമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും സ്ഥൂലമായിട്ടുള്ള ഭൂമി വരെയുള്ള സകലതും എന്ന്. അപ്പോൾ ഇതാണ് സൂക്ഷ്മത്തിൽ നിന്നും ഏറ്റവും സ്ഥൂലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുവരെയുള്ള സകലതുമാണ് അമ്പരാന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ അമ്പരം എന്ന് പറയുമ്പം ആകാശം എന്നാണ് അർത്ഥം കിട്ടുന്നത്. ആ ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അവ്യാകൃത ആകാശം എന്നുള്ള അർത്ഥത്തിലേക്ക് എടുക്കണം. അപ്പോൾ അതുവരെയുള്ള സകലതും. അപ്പോൾ അതുകൊണ്ട് പ്രധാനത്തെ ഇവിടെ നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചോദ്യം കൊണ്ട് ഇവിടെ വരികയാണ്. അപ്പം പ്രധാനമാണ് ഈ അക്ഷരം നിർത്തൂടെ എന്നുള്ള സമാധാനത്തിന് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. പ്രശാസനാത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം അത് ശാസനാധികാരം നിൽക്കുന്നത് അക്ഷരം എന്ന് പറയുന്ന പ്രധാനത്തിലല്ല, പകരം അക്ഷരം എന്ന് പറയുന്ന ബ്രഹ്മത്തിൽ തന്നെയാണ്. ഇതാണ് അതിൻ്റെ വ്യത്യാസം കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ശാസനാധികാരം എന്ന് പറയുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈശ്വരൻ എന്ന നിർവചനത്തിലെ ശാസനാധികാരം എങ്ങനെയൊക്കെയാണ് വർത്തിക്കുന്നത് എന്നുള്ളതും അതിന് വേണ്ടത് എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഡിസ്കഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ മുമ്പ് നമ്മൾ ഒരുപാട് ഡിസ്കഷൻ നടത്തിയിട്ടുള്ളത് കൊണ്ടാണ് ഇതിൻ്റെയൊക്കെ എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ആരെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഈ കൂടുതൽ ചർച്ചയ്ക്ക് പോകാത്തതിൻ്റെ. അപ്പോൾ അത് പഴയ ടോക്കുകളിലും ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ധാരാളം അതിനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ട്. അവിടെ നമ്മൾ നോക്കിയാൽ എന്തിനാ ഭഗവത്ഗീത തന്നെ ഒരുപാട് പ്രാവശ്യം നമുക്ക് ഈ അക്ഷരം അതിനെക്കുറിച്ച് വരുന്നുണ്ട്. അക്ഷരബ്രഹ്മയോഗം എന്നുള്ള എന്താണ് ചില ശ്ലോകങ്ങളുണ്ടല്ലോ. കുറച്ച് ഇതിനെ ഈ അക്ഷരം സംബന്ധമായിട്ടുള്ള കുറച്ച് ശ്ലോകങ്ങളൊക്കെ നമുക്ക് ഭഗവത്ഗീതയിൽ നിന്ന് തപ്പിയെടുക്കണം. പിന്നെ അക്ഷരബ്രഹ്മയോഗം എന്ന് പറയുന്ന ആ അധ്യായത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ചും ഒന്ന് നോക്കണം. അത് ഓംകാരത്തിനെ കുറിച്ച് പറഞ്ഞത്. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ഈ അക്ഷരം എന്ന് പറയുമ്പം അത് അവിടെ ഉപാസനയ്ക്ക് വേണ്ടി പറഞ്ഞതന്നേ ഉള്ളൂ. ഓമിത്യേക അക്ഷരം ബ്രഹ്മ എന്നുള്ള അത്. അപ്പോൾ നമ്മൾ ഈ അക്ഷരത്തിനെ കുറിച്ച് പറയുന്ന ചില ശ്ലോകങ്ങളും അക്ഷരബ്രഹ്മയോഗം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അധ്യായം എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതാണ് നോക്കേണ്ടത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. അപ്പോൾ അവിടെ ഈ അതിനുശേഷം അപ്പോൾ ആ അക്ഷരം എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രധാനത്തെയാണോ അഥവാ ഇനി ബ്രഹ്മത്തെ തന്നെയാണോ? രണ്ടും ആവാമല്ലോ. അപ്പോൾ അക്ഷരത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചമുണ്ടായത്. അക്ഷരത്തിൽ അതായത് കാര്യകാരണം എന്ന് പറഞ്ഞിരിക്കുന്നതിനകത്ത് ഇപ്പം കാരണം എന്ന് പറയുന്നത് അവ്യാകൃതം കാരണമാവാമല്ലോ. അതിനകത്തും തന്നെയാണ് ഇതെല്ലാം ഉണ്ടായത്. അല്ലെങ്കിൽ മൂലപ്രകൃതി നമ്മൾ പറയുന്നത് അത് തന്നെയാണ്, അല്ലെങ്കിൽ മായ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്, അതിലാണ് എല്ലാം വിലയം പ്രാപിക്കുന്നത്, വീണ്ടും അതിൽ തന്നെ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനകത്തു നിന്ന് ബീജരൂപത്തിലെ മൂലരൂപം എന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ്. പിന്നെ അതിൽ നിന്നും ആണ് ഈ വൃക്ഷത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഈ പ്രപഞ്ചമുണ്ടായത്. അത് വീണ്ടും തിരിച്ച് അതിലേക്ക് തന്നെ പോകുന്നു. അവ്യാകൃതത്തിൽ നിന്ന് എല്ലാം ഉണ്ടാകുന്നു, പിന്നെ അവ്യാകൃതത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അല്ലെങ്കിൽ കാരണത്തിൽ നിന്നെല്ലാം ഉണ്ടാകുന്നു, കാര്യം അത് വീണ്ടും തിരിച്ച് കാരണത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അക്ഷരത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് അവ്യാകൃതം എന്ന് പറഞ്ഞിരിക്കുന്ന മൂലപ്രകൃതി എന്ന് പറഞ്ഞിരിക്കുന്ന പ്രധാനത്തെ തന്നെ ആയിക്കൂടെ എന്നുള്ള ആണ് ചോദ്യത്തിൽ. അപ്പോൾ അതിനുള്ള സമാധാനമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പ്രശാസനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം പ്രശാസനം എന്ന് പറഞ്ഞാൽ ശാസനാധികാരമുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത് മൂലപ്രകൃതിക്ക് ശാസനാധികാരമുണ്ടോ എന്നുള്ളത്. അപ്പോൾ ശാസനാധികാരത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളപ്പോൾ അതിനെ എങ്ങനെയാണ്
വിചാരം ചെയ്യുന്നതെന്നുള്ളത് ആ മുൻപ് പറഞ്ഞിരിക്കുന്നത് നോക്കണം. എന്തൊക്കെയാണ് ഈ ശാസനാധികാരത്തിൻ്റെ പേരിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്. ശാസനാധികാരം എന്ന് പറഞ്ഞാൽ ഭരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ ഈശാവാസ്യ ഉപനിഷത്തിലെ ഈട്ടെന്ന് പറഞ്ഞതിനെക്കുറിച്ചും ഭരിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഈശ്വരൻ എന്നുള്ള വാക്കിൻ്റെ നിർവചനത്തിൽ നമ്മൾ ഈട്ട് ഭരിക്കുക എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയാണെന്നുള്ളതിന്. പിന്നെ ഭീഷാസ്മാത് ബാധപവതേ എന്നുള്ളതിനടുത്താണെങ്കിൽ അവിടെയും അതേമാതിരി ഭയക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ ചോദ്യത്തിന് എന്തൊക്കെ തരത്തിലുള്ള ഉത്തരങ്ങളാണ് നമുക്കവിടെ കണ്ടെത്താൻ സാധിക്കുന്നത്. അത് ഇവിടുത്തെ ഒരു പ്രധാന വിഷയമാണല്ലോ. അപ്പം ഭയക്കുന്നു, നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാക്കി കടന്നുപോയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ എങ്ങനെ ഇത് സത്യമാകുന്നു എന്നുള്ളതിന് നമ്മൾ ശ്രുതി, യുക്തി, ന്യായം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രമാണങ്ങളെല്ലാം കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ യുക്തി എന്ന് പറഞ്ഞാൽ ന്യായം. അപ്പോൾ ശ്രുതിയും ന്യായവും കൊണ്ടുവരണം അവിടെ. ഒന്ന് അതിൽ ന്യായം എന്ന് പറഞ്ഞാൽ ലോജിക്ക് കൊണ്ടുവരണം. ആ ലോജിക്ക് നമ്മൾ പറയുന്ന വാക്യം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊന്ന് സംതൃപ്തകരമായ രീതിയിൽ അത് നമുക്കൊന്ന് വ്യാഖ്യാനിച്ചെടുക്കാം. ഇതാണ് നമ്മൾ നോക്കേണ്ടതുള്ളത്. അല്ലാതെ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളുടെ ആവശ്യമില്ല. കാരണം ഇങ്ങനെ അവിടെയും ഇവിടെയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കുറച്ച് പറഞ്ഞിട്ടും കാര്യമില്ല. അത് ഒന്ന് ചേർത്ത് നിർത്തി ഒന്ന് മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈശ്വരനെന്നും ഈ ഭരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട്, എങ്ങനെ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അതാണ് മുമ്പുള്ള നമ്മുടെ ഉപനിഷത്ത് ക്ലാസ്സുകളിലൊക്കെ ധാരാളം അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അക്ഷരം ബ്രഹ്മപരമം. അക്ഷരം ബ്രഹ്മപരമം. അതെവിടെയാണ് ശ്ലോകം വരുന്നത് ഗീതയിൽ? ഇതില് അത് തന്നെ ആ ശ്ലോകം എന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. സ്വഭാവോധ്യാത്മമുച്യത്തെ. അത് തന്നെ. അപ്പം ഇതേമാതിരി അക്ഷരത്തെക്കുറിച്ച് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പം അക്ഷരം ബ്രഹ്മപരമം എന്ന് ഭഗവാൻ അവിടെ ശ്ലോകത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അക്ഷരം ബ്രഹ്മപരമം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഈ ബ്രഹ്മസൂത്രത്തിൻ്റെ ഒരു വ്യാഖ്യാനമാണ് ആ ഭാഗത്ത് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു ചർച്ചയുണ്ടായി. അവിടെ ഭഗവാൻ അതിന് അക്ഷരം ബ്രഹ്മപരമം എന്നവിടെ വ്യക്തമായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അതായത് നമ്മൾ ഇപ്പോൾ ആധ്യാത്മിക കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടത് കടന്നു പോകുമ്പോൾ നമ്മൾ നോക്കണം ഇതിന് പ്രമാണം എവിടെയുണ്ട്, എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കണം. ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹരിനാമ കീർത്തനത്തിനകത്ത് ഒരു ശ്ലോകം ഉണ്ടല്ലോ, ആദ്യക്ഷരത്തിലുളവാകും ഇതൊക്കെയും ഇത് ആദ്യക്ഷരത്തിലടങ്ങുന്നതും കരുതി ആദ്യക്ഷരത്താൽ ഇവയെ ഓരോന്നെടുത്തുപരി കീർത്തിപ്പതിന്നരുക നാരായണായ നമ. അങ്ങനെ ഒറ്റാണെന്ന് തോന്നുന്ന ശ്ലോകത്തിൻ്റെ അങ്ങനെയല്ലേ അവസാനത്തെ വരി. അപ്പോൾ അവിടെ ഈ ശ്ലോകം ഇത് കറക്റ്റാണ്. ആദ്യക്ഷരത്തിലുളവാകും ഇതൊക്കെയും ഇത് ആദ്യക്ഷരത്തിലടങ്ങുന്നതും കരുതി ആദ്യക്ഷരാൽ ഇവയിൽ ഓരോന്നെടുത്ത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഇപ്പം അവിടെ അക്ഷരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എഴുത്തച്ഛൻ പറഞ്ഞ അക്ഷരത്തിന് ഇപ്പം പ്രമാണം എന്താ ഉള്ളത്? എന്ത് പ്രമാണത്തിലാണ് പറയാൻ സാധിക്കുന്നത്? നമുക്ക് ആധ്യാത്മികതയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്താ അർത്ഥം, നമുക്ക് അർത്ഥമുണ്ടാക്കി പറയുന്നത് എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനൊരു അർത്ഥം നമുക്ക് അവിടെ പറഞ്ഞു പോകാം. പക്ഷേ അങ്ങനെ ഒരു അർത്ഥം പറയണമെന്നുണ്ടെങ്കിൽ ആദ്യക്ഷരത്തിൽ എങ്ങനെയല്ലേ ശ്ലോകം ഏതായിരുന്നു? ആദ്യക്ഷരത്തിലുളവാകും ഇതൊക്കെയും
ആരുടെയെങ്കിലും ഉണ്ടോ ഹരിനാമകീർത്തനം? നോക്കിക്കേ. അപ്പം ആദ്യക്ഷരത്തിലുളവാകുന്നതൊക്കെ, അതുപോലെ ആദ്യക്ഷരത്തിലുളവാകുന്നതൊക്കെയും ആദ്യക്ഷരത്തിൽ അടങ്ങുകയും ചെയ്യണം. ആദ്യക്ഷരത്തിൽ, അപ്പോൾ ഇത് രണ്ടും വേണം. ആദ്യക്ഷരത്തിൽ നിന്നുണ്ടാകുന്നതുമായിരിക്കണം, ആദ്യക്ഷരത്തിൽ അടങ്ങുന്നതുമായിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ആദ്യക്ഷരത്താൽ ഇവയിൽ ഓരോന്ന് എടുക്കുക എന്ന് പറയുമ്പം അകാരമാണല്ലോ അവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? അതോ ഇനി ഓങ്കാരത്തെയാണോ എടുത്തിരിക്കുന്നത്? അപ്പോൾ ആകാരം തൊട്ട് തുടങ്ങുന്നതാണല്ലോ അക്ഷരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഇവിടെ എന്ത് പ്രമാണം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ നോക്കേണ്ടത്. അകാരോ വൈ സർവാവാക് എന്ന് പറഞ്ഞിട്ട് ഐതരേയ ആരണ്യകത്തിൽ അങ്ങനെ ഒരു ശ്രുതി കിടപ്പുണ്ട്. അകാരോ വൈ സർവാവാക്, ഈ മുഴുവൻ വാക്കുകളും അകാരമാകുന്നു എന്ന്. അപ്പോൾ മുഴുവൻ വാക്കുകളും അകാരമാകുന്നു, മുഴുവൻ പദങ്ങളും മുഴുവൻ പദാർത്ഥങ്ങളും, അതായത് ശബ്ദബ്രഹ്മ. മറ്റ് വ്യാഖ്യാനത്തിലൂടെ നമുക്ക് കടന്നു പോകാം. കാരണം എല്ലാ സ്ഥൂലപ്രപഞ്ചത്തിൻ്റെ കാരണത്തിലേക്ക് പോയി കഴിയുമ്പോൾ അത് അവസാനം അത് ഈ നാമത്തിൽ അവസാനിക്കുന്നു. നാമവും രൂപം. അപ്പോൾ രൂപം നാമത്തിൽ അവസാനിക്കുന്നത് കാണുന്നു. അങ്ങനെ നാമത്തിൽ നമുക്ക് എത്തുന്നു. ഈ നാമത്തിൻ്റെയാണ് അകാരോ വൈ സർവവാക് എന്ന് പറഞ്ഞുകൊണ്ട് അകാരത്തിൽ സർവവാക്കുകളും എന്നുള്ള രീതിയിൽ ശ്രുതി കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ എഴുത്തച്ഛൻ്റെ ആ ഒരു ശ്ലോകത്തിൻ്റെ ശ്രുതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് പോകാം. ഏതാണ്? അകാരോ വൈ സർവവാക്. അത് തൈത്തിരി ആരണ്യകത്തിലെ ഇതാണ്. അതിൻ്റെ നമ്പർ വേണമെങ്കിൽ തരാം. അപ്പോൾ ഇതേമാതിരിയാണ് നമ്മുടെ ഈ ശ്ലോകങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേമാതിരി നമുക്ക് അതിനൊരു മൂലരൂപം കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ മൂലരൂപം കണ്ടെത്തിയിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ വ്യാഖ്യാനങ്ങളെല്ലാം കാണുന്നത്. അല്ലാത്ത പക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നിർവഹിച്ചെടുക്കാൻ വളരെ, അല്ലെങ്കിൽ അതിനൊരു വിശദീകരണം കൊടുത്തെടുക്കാൻ വലിയ പാടാകും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ അക്ഷരത്തെ നമുക്ക് ഈ അവ്യാകൃതമായിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ കേൾക്കുന്നില്ല? ഉറക്ക പറഞ്ഞാൽ ഉറക്കെ, കുറച്ചുകൂടെ ഉറക്കെ. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനിപ്പോൾ എന്താണ് ശ്രുതി? അതായത് നമ്മളിപ്പോൾ അക്ഷരത്തെ നമ്മൾ ഇവിടെ ഈ പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്നുള്ളതിന് മറുപടി ഇതാണ്. പ്രശാസനത്വം പറഞ്ഞിട്ടുണ്ട്. അപ്പം പ്രശാസനത്വം പറഞ്ഞിട്ടുള്ളതിന് ശ്രുതിയുണ്ട്. ആ ശ്രുതി ഇവിടെ കിട്ടി. അതായത് ഏതസ്യവ അക്ഷരസ്യ പ്രശാസന എന്നുള്ള രീതിയിൽ അവിടെ ശ്രുതി അവിടെ കിട്ടി എന്നുള്ളത്. അന്യഭാവവ്യാവൃത്തേശ്ച. അപ്പം അന്യഭാവവ്യാവൃത്തം എന്ന് പറയുമ്പോൾ മറ്റ്, അതാണ് അന്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അന്യഭാവവ്യാവൃത്തേശ്ച, മറ്റ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം ബ്രഹ്മമല്ലാതെ, പരബ്രഹ്മത്തിൽ മാത്രമല്ലാതെ ഈ പറഞ്ഞത് മറ്റൊരിടത്തും യോജിക്കത്തുമില്ല എന്ന്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശാസനത്വം ഇവിടെ, അല്ലെങ്കിൽ അക്ഷരത്വം എന്ന് ആദ്യം നമ്മൾ പറഞ്ഞ അക്ഷരം എന്ന് പറഞ്ഞു, ഇത് പരബ്രഹ്മത്തിലല്ലാതെ മറ്റൊരിടത്തും യോജിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ശാസനത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. അപ്പോൾ ശാസനത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് അക്ഷരത്തിൽ എന്തുകൊണ്ട് യോജിക്കുന്നില്ല. സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞു പോകുന്ന ഒന്നാണല്ലോ പരാശക്തി. അപ്പോൾ പരാശക്തിയുടെ ആജ്ഞയാലാണ് എല്ലാം നടക്കുന്നത് എന്ന രീതിയിൽ അവിടെ എടുത്തു പോകാം. അപ്പം അല്ലെങ്കിൽ പരാശക്തിയും പരബ്രഹ്മവും, അതുകൊണ്ട് പരബ്രഹ്മത്തിന് ചേതനത്വമുണ്ട്, പരാശക്തിക്ക് ശക്തിത്വവുമുണ്ട്. അതുകൊണ്ട് പരാശക്തിയാണ് സർവകർമ്മകാരിണി എന്നൊക്കെയുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ
ഇവിടെ പരാശക്തിയാണ്, ശാസനാധികാരം പരാശക്തിക്കാണ് ഉള്ള രീതിയിലാണ് കൂടുതൽ നമ്മൾ വ്യാഖ്യാനങ്ങൾ കണ്ടുവരുന്നതോ അല്ലെങ്കിൽ പറച്ചിലുകളൊക്കെ നമ്മൾ കേട്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അർത്ഥത്തിലേക്ക് പോയിക്കൂടെ എന്ന്. അപ്പോൾ അതിനാണ് പറയുന്നത് അന്യഭാവ വ്യാവൃത്തേശ്ച. അപ്പോൾ അന്യഭാവം എന്നവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പരബ്രഹ്മമല്ലാണ്ട് മറ്റൊന്നും ഇവിടെ യോജിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ശാസനാധികാരം എന്നുദ്ദേശിക്കുന്നത് എന്താണ് ശരിക്കും ശാസനാധികാരം? ഇപ്പോൾ ശാസനാധികാരം എന്നുദ്ദേശിച്ചിരിക്കുന്നത് എവിടെയാണോ ഏതിനെയാണോ നാം ചേതന എന്ന് പറഞ്ഞിരിക്കുന്നത്, ശാസനാധികാരം ചേതനയിൽ നിക്ഷിപ്തമാണ്, അചേതനത്തിൽ നിക്ഷിപ്തമല്ല. ഇതാണ് ഇതിൻ്റെ യുക്തി എന്ന് പറയുന്നത്. അപ്പം ചേതനയിലാണ് ശാസനാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്, അചേതനത്തിൽ അല്ല എന്ന്. അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നമ്മളതിന് വ്യാഖ്യാനിച്ച് അതിന് വേണ്ടുന്ന തരത്തിലുള്ളതെല്ലാം കൊണ്ടുവന്നാൽ മതിയാവും. അതുകൊണ്ട് അന്യഭാവ വ്യാവൃത്തിശ്ച. അതുകൊണ്ട് അതേമാതിരി തന്നെ അമ്പരാന്തം. അപ്പോൾ അവ്യാകൃതം എന്ന് പറഞ്ഞിരിക്കുന്ന പ്രധാനത്തെയാണ്. അപ്പോൾ ഇവിടെ അമ്പരം എന്നെടുത്തിരിക്കുന്ന പ്രധാനത്തെ തന്നെ എടുക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രധാനത്തിൽ നിന്നാണല്ലോ ബാക്കിയുള്ളതെല്ലാം ഉണ്ടായത്. അപ്പം പ്രധാനത്തെ തന്നെ ധരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പ്രധാനത്തിൻ്റെ ഊടും പാവുമായിട്ടിരിക്കുന്നത് ബ്രഹ്മമാണ് എന്ന്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത് ഈ സത്ത് എന്ന് പറഞ്ഞിരിക്കുന്നതുമായിട്ട് നമ്മൾ ഈ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ അല്ലെങ്കിൽ സത്ത് എന്ന ഭാഗവുമായിട്ട് നമ്മളത് യോജിക്കുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കണം. അതുപോലെ തന്നെ നമുക്ക് ബൃഹദാരണ്യ ഉപനിഷത്തിൽ 3:8-11 തദ്വാ ഏതദക്ഷരം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രത്തിൻ്റെ അർത്ഥം ഇതാണ്: ഹേ ഗാർഗി. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയാണ്. ഹേ ഗാർഗി, ആ അക്ഷരം അമ്പരാന്ത അതിനുള്ള ആശ്രയമായിട്ടുള്ള അക്ഷരം ഇതാവുന്നു. എന്താണെന്ന്? അദൃഷ്ടം കാണപ്പെടാതിരിക്കുന്നത്, ദ്രഷ്ടൃ താൻ തന്നെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതുമാകുന്നു. അപ്പം അദൃഷ്ടം ദ്രഷ്ടൃ എന്ന്. അപ്പം താൻ തന്നെ ദൃഷ്ടാവായിട്ടിരിക്കുന്നതെന്നർത്ഥം, എല്ലാത്തിനെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അശ്രുതം, ശ്രവണക്രിയയ്ക്ക് വിധേയമാവാതിരിക്കുന്നത് എന്ന്. ക്രിയ എന്നുള്ളത് പ്രയോഗം മാത്രമാണ്. അശ്രുതം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ശ്രവണം ക്രിയയാണ് എടുക്കരുത്. അപ്പം ശ്രവണത്തിന് വിധേയമാവാത്തതെന്നുള്ള അർത്ഥം അശ്രുതം എന്ന്. പിന്നെ ശ്രോതൃ എന്ന്, ശ്രോതാവായിട്ട്, എന്നാൽ ശ്രോതാവായിട്ട് നിൽക്കുന്നത്. അമതം, ചിന്തയ്ക്ക് വിഷയമാവാതെ ഇരിക്കുന്നത്, എന്നാൽ മന്ത്ര്, മനനം ചെയ്യുന്നതായിട്ടിരിക്കുന്നത്. അവിജ്ഞാതം, ജ്ഞാനവൃത്തിക്ക് വിഷയമാവാത്തത്, വിജ്ഞാനത്തിന് വിധേയമാവാത്തതെന്നുള്ളതാണ് അവിജ്ഞാതം എന്ന് പറയുന്നത്. എന്നാൽ വിജ്ഞാതൃ, എന്നാൽ വിജ്ഞാതാവായിട്ട് ഇരിക്കുന്നത്. ഇതാണ് അക്ഷരം എന്നതിൻ്റെ അർത്ഥം എന്ന് അവിടെ എടുത്തു പറയുന്നുണ്ട് ബൃഹദാരണ്യം 3:8-11. തദ്വാ ഏതദക്ഷരം ഗാർഗി അദൃഷ്ടം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മന്ത്രം. അപ്പോൾ ഇവിടെ ഈ ശ്രുതിയിൽ അദൃഷ്ടം മുതലായ ഗുണങ്ങൾ പ്രധാനത്തിലുണ്ട് എങ്കിലും ദർശനശ്രവണേന്ദ്രിയാദി പ്രേരകത്വം അചേതനമായ പ്രധാനത്തിൽ ഇരിക്കുകയില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിഷയം എന്നുള്ളത്. അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് കാണാം, ഈ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. നമുക്കൊന്ന് ദർശിക്കുന്നു എന്ന് പറയുമ്പോൾ ദർശിക്കപ്പെടുന്നു, അത് ശരി തന്നെയാണ്. ദൃഷ്ടാവായിട്ടും അതേമാതിരി ദർശിക്കപ്പെട്ടതായിട്ടും ഒക്കെ ഇരിക്കുന്ന ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മൾ ഈ വേർതിരിവ് നല്ല വ്യക്തമായിട്ട് തന്നെ കൊടുക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ അർത്ഥം. അപ്പോൾ അചേതനത്തിൽ ദൃഷ്ടൃത്വം അചേതനത്തിന് കൊടുക്കാൻ സാധ്യമല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. അത് ചേതനത്തിനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളത്. അപ്പം ചേതനാവാൻ മാത്രം, അല്ലെങ്കിൽ നമ്മളെന്ന് പറഞ്ഞാൽ കല്ലിനെ കാണുന്നു എന്നൊക്കെ പറയണം, അല്ലെങ്കിൽ കല്ലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. അതല്ലെങ്കിൽ ഉണങ്ങിയ മരം
എല്ലാം എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മരം, പച്ചമരമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പച്ചമരമല്ല ഉണങ്ങിയ മരമാണെന്നുണ്ടെങ്കിൽ ഒന്നിനും അറിയുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. അപ്പം ചേതനത്വം എവിടെയുണ്ടോ അവിടെ അറിവുണ്ട് എന്ന്. അപ്പം ചേതനത്വം എവിടെ ചേതനത്വം ഉള്ളിടത്ത് മാത്രമേ അറിവുള്ളൂ. ശാസനത്വം അറിവുണ്ടെങ്കിലേ സാധ്യമാവത്തുള്ളൂ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സർവജ്ഞത്വമായിട്ട് ഇതിനെ എങ്ങനെ യോജിപ്പിക്കുന്നു, സർവശക്തിത്വവുമായിട്ട് എങ്ങനെ യോജിപ്പിക്കുന്നു, സർവവ്യാപ്തിത്വവുമായിട്ട് എങ്ങനെ യോജിപ്പിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങളും അവിടെ ബാധകമാണ്. അതേമാതിരി നമ്മൾ യസ് സർവജ്ഞ സർവവിദ്യസ്യ ജ്ഞാനമയം തപഃ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തും നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പലതും കാണുകയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എടുക്കുന്നത്. അതായത് അന്യഭാവ വ്യാവൃത്തേശ്ച എന്ന് പറഞ്ഞാൽ മറ്റൊരിടത്തും എന്ന് പറയുന്നത് പ്രധാനം തുടങ്ങിയിട്ടുള്ള ഒരിടത്തും ഇത് ഈ ചേതനത്വം എന്ന് പറയുന്നത് നമുക്ക് സാധ്യമല്ല എന്നാണ്. അപ്പം ചേതനത്വം ഉള്ളിടത്ത് മാത്രമേ നമുക്ക് ശാസനത്വം എന്ന് പറയുന്നതിന് അർത്ഥമുള്ളൂ. അപ്പോൾ ശാസനത്വം അവിടെ വരുന്നു. ഇനിയും അത് ഐതിരേയത്തിൻ്റെ നമ്മൾ ആ തുടക്കത്തിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണല്ലോ കണ്ടിരിക്കുന്നത്. സൈക്ഷത എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സൈക്ഷത എന്ന് പറയുന്നിടത്ത് ചേതനത്വം തന്നെയാണുള്ളത്, അചേതനത്വമില്ല എന്നുള്ളത്. അപ്പം ചേതനത്വം പറഞ്ഞിരിക്കുന്നത് ആത്മാവിനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് സൈക്ഷത എന്ന് പറഞ്ഞിരിക്കുന്ന പ്രയോഗത്തിൽ. അപ്പോൾ അതേമാതിരി അപ്പം ചേതനത്വം എവിടെയാണോ പറയാൻ സാധിക്കുന്നത് ബ്രഹ്മത്തിനെ പറയാൻ സാധിക്കത്തുള്ളൂ, പ്രധാനത്തിന് പറയാനും സാധിക്കത്തില്ല. ഇങ്ങനെയൊക്കെയുള്ളത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അക്ഷരം നാം ഉദ്ദേശിച്ചിരിക്കുന്നത് ബ്രഹ്മത്തെ തന്നെയാണ് എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇതാണ് ഈ ഒരു അക്ഷരബ്രഹ്മത്തെക്കുറിച്ചുള്ള വിഷയം. അതുകൊണ്ട് അക്ഷരാധികരണം എന്ന് പറഞ്ഞ മൂന്നാമത്തെ അധികരണം. നാലാമത്തെ അധികരണമാണ് ഈക്ഷതി കർമ്മ വ്യപദേശാധികരണം. അപ്പം ഇവിടെ ഈ ഒരു അധികരണത്തിന് കാരണമായിരിക്കുന്നത് പ്രശ്നോപനിഷത്തിലെ ഒരു വാക്യമാണ്. അപ്പം ഈക്ഷതി കർമ്മ വ്യപദേശാത്സ. അപ്പോൾ സഹ എന്ന് പറഞ്ഞിരിക്കുന്ന പരമാത്മാവ്. ഈക്ഷതി കർമ്മ വ്യപദേശാത്. ഈക്ഷതി എന്ന് പറഞ്ഞിരിക്കുന്ന കർമ്മം അതിൻ്റെ കർമ്മമായിട്ട് എന്ന്. ഈക്ഷതി എന്ന് പറഞ്ഞിരിക്കുന്ന കർമ്മം എന്ന കർമ്മത്തോട് കൂടിയതായിട്ട് വ്യപദേശാത് ഉപദേശിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ ഈക്ഷതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുക എന്നുള്ള അർത്ഥം. അപ്പോൾ നമ്മളിവിടെ നിന്നും കർമ്മത്തിന് നമ്മൾ സാധാരണഗതിയിലുള്ള കർമ്മേന്ദ്രിയങ്ങളുടെ കർമ്മം എന്നുള്ള അർത്ഥമില്ല. അവിടെയൊക്കെ ഒരു ജസ്റ്റ് ഒരു കർമ്മം എന്നുള്ള ഒരു പ്രയോഗം മാത്രമായിട്ട് എടുക്കാവൂ. അത് കർമ്മത്തിൻ്റെ അർത്ഥത്തിലല്ല എന്നുള്ളത്. അതൊക്കെ എന്ന് പറയുന്നത് ഈക്ഷണം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഈക്ഷതി കർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്ഷണം എന്നുള്ള അർത്ഥത്തിലേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഈ പ്രശ്നോപനിഷത്തിനകത്തുള്ള മന്ത്രം, പ്രശ്നോപനിഷത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യങ്ങളാണ്. ഈ ചോദ്യത്തിനകത്ത് പ്രശ്നോപനിഷത്തിലെ സത്യകാമൻ എന്ന് സത്യകാമൻ തുടങ്ങിയിട്ടുള്ള 6 പേര് ഓംകാരോപാസകന്മാർ. അവർ 6 പേരും ഓംകാരത്തെ ഉപാസിക്കുന്നവരാണ്. അവർ അപരബ്രഹ്മത്തെ അറിഞ്ഞ ശേഷം പരബ്രഹ്മത്തെ അറിയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പിപ്പലാദ മഹർഷിയെ സമീപിക്കുന്നു. എന്നിട്ട് പിപ്പലാദ മഹർഷി അവർക്ക് ഓരോരുത്തർക്കും അവരുടെ സംശയ നിവാരണത്തിന് ഉത്തരവും കൊടുക്കുന്നു. ഇതാണ് ഈ പ്രശ്നോപനിഷത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രശ്നോപനിഷത്തിലെ പിപ്പലാദ മഹർഷിയോട് ഈ സത്യകാമൻ ചോദിക്കുന്നു. അപ്പോൾ ആ ചോദ്യത്തിനൊരു സമാധാനമായിട്ട് അപ്പം പരബ്രഹ്മപ്രാപ്തിക്ക് എന്താണ് ഉപായം എന്നുള്ള രീതിയിലുള്ള ചോദ്യത്തിന് സമാധാനമായിട്ട് പറയുകയാണ്. ഏതദ്വൈ സത്യകാമ പരം ചാപരം ച ബ്രഹ്മ യദോംകാരഃ തസ്മാത് വിദ്വാൻ ഏതേന ഏവ ആയതനേന ഏകതരം അന്വേതി എന്ന്. അതിൻ്റെ അർത്ഥം ഇതാണ്: ഹേ സത്യകാമ, അല്ലയോ സത്യകാമ,
ഓംകാരമെന്നത് യാതൊന്നോ അതുതന്നെ പരവും അപരവുമായ ബ്രഹ്മമാകുന്നു. അതുകൊണ്ട് വിദ്വാന് ഈ ഓംകാരമാകുന്ന സാധനത്താൽ തന്നെ രണ്ടിലേതെങ്കിലും ഒന്നിനെ പ്രാപിക്കുന്നു എന്ന് ആരംഭിക്കുന്നതാണ് ഉപദേശം. അപ്പോൾ ഓംകാര ഉപാസന കൊണ്ട് രണ്ടിലൊന്നിനെ, പരവും അപരവുമായ രണ്ടിൽ ഒന്നിനെ പ്രാപിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഓംകാര ഉപാസകര് ഒന്നുകിൽ പരത്തെ പ്രാപിക്കുന്നു അല്ലെങ്കിൽ അപരത്തെ പ്രാപിക്കുന്നു എന്ന അർത്ഥം നമുക്കവിടെ കിട്ടും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അപ്പം ചോദ്യം വരുന്നത്, അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പോൾ ഇതാണ് ചോദ്യം. അപ്പോൾ ചോദ്യത്തിന് അപ്പോൾ എങ്ങനെയാണ് അതിപ്പോൾ അതിൻ്റെ ഉത്തരം കൊടുത്തിരിക്കുന്നത്? അപ്പം പ്രശ്നോപനിഷത്തിൽ 5.2.5 എന്നുള്ള അതിനകത്ത് യഹ പുനരേതം ത്രിമാത്രേണ ഓമിത്യേതേ നൈവാക്ഷരേണ പരം പുരുഷം ധ്യായീത എന്ന മന്ത്രം എടുക്കുക. മധ്യത്തിൽ ഏകമാത്രയെയും രണ്ടു മാത്രയെയും ധ്യാനിക്കുന്നതിൻ്റെ ഫലം ഉപദേശിച്ച ശേഷം ത്രിമാത്രാസഹിതമായ ഓംകാരധ്യാനത്തിൻ്റെ ധ്യാനം ഫലം ഉപദേശിക്കുന്നു. ഇങ്ങനെയാണ് പറയുന്നത്: ഓംകാരത്തിൻ്റെ 3 മാത്രകൾ ഒന്നായി ചേർത്തുകൊണ്ട് ഓം എന്ന പൂർണ്ണാക്ഷരം തന്നെ പരപുരുഷൻ എന്ന് ധ്യാനിക്കുന്നുവോ അവന് ഇതിനെ പ്രാപിക്കുന്നു, അവൻ പരത്തെ പ്രാപിക്കുന്നു. ഈ അർത്ഥത്തിലാണ് അവിടെ പോകുന്നത്. അതായത് ഓംകാരത്തിന് മാത്രകൾ വേർതിരിക്കാതെ പൂർണ്ണമായിട്ട് തന്നെ ഉപാസിക്കുന്നവന് പരത്തെ പ്രാപിക്കുന്നു എന്നുള്ളതാണല്ലോ. പരം പുരുഷം അഭിധീയത്തെ എന്നാണ്, അഭിധ്യായീത, പരം പുരുഷനെ ധ്യാനിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പരംപുരുഷനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്താണ് പ്രാപിക്കുന്നത്? തീർച്ചയായിട്ടും ഇവിടെ ഒരു ഉപാസനയെക്കുറിച്ചാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉപാസനയെക്കുറിച്ച് പറയുമ്പോൾ ധ്യാനത്തെ ഉപാസീത എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അഭിധ്യായീത എന്ന് പറഞ്ഞാൽ ധ്യാനിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഭിധ്യായീത. അപ്പോൾ ധ്യാനിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഉപാസനയെക്കുറിച്ചാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫലം കിട്ടുക? അപ്പോൾ ഇവിടെ നമുക്ക് ഓംകാരധ്യാനമാണ് കാണുന്നത്. ഈ ഓംകാരധ്യാനത്തിൽ പരം അപരം എന്ന് 2 വിധത്തിലുള്ള ബ്രഹ്മജ്ഞാനവും സിദ്ധിക്കും എന്നാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ നമുക്ക് ഋഷി ആദ്യം പറഞ്ഞതാണ് ഏത് ഓംകാര തസ്മാത് വിദ്വാൻ ഏതേനൈവ വാ ആയതേന ഏകതരം അന്വേതിന. അപ്പോൾ ഏകതരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നിനെ എന്നാണ്. അപ്പം രണ്ടിലേതെങ്കിലും ഒന്നിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ പരം അല്ലെങ്കിൽ പരത്തിനും പരമായിട്ടുള്ള പരാത്പരം എന്ന് പറയും. അപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ നമ്മൾ പരംപുരുഷം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം പരംപുരുഷം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെ ആവാം എന്നുള്ളതാണല്ലോ ചോദ്യം. അപ്പോൾ അങ്ങനെ പറയുമ്പോഴാണ് സമാധാനം പറയുന്നത്. തീർച്ചയായിട്ടും ഇത് ഉപാസനയെക്കുറിച്ചാണല്ലോ പറഞ്ഞിരിക്കുന്നത്, ധ്യാനത്തിനെക്കുറിച്ചാണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രമല്ല അപരബ്രഹ്മത്തെ ധ്യാനിക്കണം എന്ന് ഉപദേശിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പം പരബ്രഹ്മമായി അപരബ്രഹ്മവുമായി, അപ്പം ഈ അപരബ്രഹ്മത്തിനെയാണ് ഇവിടെ ഉപദേശിച്ചിരിക്കുന്നത് എന്നാണ് നമുക്കിവിടെ ധ്യാനിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അപ്പം എവിടെ നമുക്ക് ധ്യാനിക്കാൻ പറയുന്നു, പരബ്രഹ്മത്തിനെ ധ്യാനിക്കുക സാധ്യമല്ല എന്നുള്ളത് നമ്മൾ അത് വ്യക്തമായിട്ടത് അറിഞ്ഞിരിക്കണം. അപ്പം ധ്യാനിക്കണമെന്നുണ്ടെങ്കിൽ ധ്യേയം എന്ന് പറയുന്നത് ഇല്ലാതെ നമുക്ക് ധ്യാനം സാധ്യമല്ല. അപ്പം ധ്യേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിക്ക് വിഷയമാവണ്ടേ? ഇന്നലല്ലേ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ധ്യാനിക്കുന്നു. എന്തിനാ? എൻ്റെ മനസ്സിൽ ഒരു വിഷയവുമില്ല എന്നിട്ട് ഞാൻ ധ്യാനിക്കുന്നു പറഞ്ഞു. അപ്പോൾ എന്തിനാണ് ധ്യാനിക്കുന്നത്? ധ്യേയമില്ലാതെ ഇപ്പം ധ്യാനത്തിന് 2 ഘടകം ഉണ്ടെങ്കിലല്ലേ ധ്യാനമാവത്തുള്ളൂ. ഒന്ന് ധ്യാത എന്ന് പറയുന്നത് ധ്യാനിക്കുന്നവൻ ഉണ്ടായിരിക്കും. ഉപാസകൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് ധ്യേയം എന്ന് പറയുന്നത് ധ്യാനത്തിന് വിഷയം വേണം. ഇത് രണ്ടും ഇല്ലാതെ എവിടെയാണ് ധ്യാനം നടക്കുക? ചിലപ്പം ചിലർ പറയുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ധ്യാത തന്നെ ധ്യേയമാക്കിക്കൊണ്ട്
അതായത് ആത്മധ്യാനം ആയിക്കൂടെ എന്നുള്ളത്. അപ്പോൾ ആത്മധ്യാനം എന്ന് പറഞ്ഞാൽ അപ്പം ബുദ്ധിക്കിപ്പം അപ്പം ധ്യേയം എന്തിൽ നിർത്തും? അതാണ് നമുക്ക്. നമ്മൾ ഇപ്പം മനസ്സിലൊരു വിഷയത്തെ ധ്യാനിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാണ് ആ വിഷയം നിൽക്കുന്നത്, അങ്ങനെ വരുമല്ലോ. അപ്പം ധ്യേയം നമുക്ക് എവിടെ കൊണ്ടിരുത്തും? ധ്യേയം എവിടെ കൊണ്ടിരുത്തും എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ അതാണ് ചിന്തിക്കേണ്ടത്. ഞാൻ എന്നെ തന്നെ ധ്യാനിക്കുന്ന കാര്യം പറയത്തില്ല, ഞാൻ ആത്മധ്യാനം നടത്തുന്നു. അതാണ് സാധാരണ കാണുന്ന ഒരു പ്രയോഗമാണ്. ഞാൻ പരബ്രഹ്മത്തെ ധ്യാനിക്കുന്നു, ഞാൻ ആത്മധ്യാനം നടത്തുന്നു. അപ്പം നിങ്ങളെ ആത്മധ്യാനം നടത്തുമ്പോൾ എവിടെയാണ് നിങ്ങൾ ധ്യാനിക്കുന്നത്? എന്തിലാണ്? ധ്യേയമുണ്ടോ? ആദ്യം അതാണ് തീരുമാനിക്കേണ്ടത്. ധ്യേയമുണ്ടോ? അപ്പോൾ എന്താണ് ഇതിന് സമാധാനം പറയുക? അതെന്തെങ്കിലും സമാധാനം പറയട്ടെ. അപ്പം ധ്യേയം അത് ഇല്ലെങ്കിൽ പിന്നെ ധ്യാനമില്ലല്ലോ. അപ്പം ധ്യേയമുണ്ടെങ്കിൽ അത് എവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു? സമാധാനം പറ. ധ്യേയമുണ്ടെങ്കിൽ എവിടെയെങ്കിലും പ്രതിഷ്ഠിക്കപ്പെടണമല്ലോ. എന്ത് നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പറയുന്നത് മനസ്സിലാണല്ലോ അത് നിൽക്കുന്നത്. മനസ്സിൽ അതിനെ നിർത്തിയിട്ടാണല്ലോ ധ്യാനം സാധ്യമാകത്തുള്ളൂ. ചിലരാണെങ്കിൽ ഇപ്പോൾ ആകാശത്തിലുള്ള ആദിത്യനെ ധ്യാനിക്കുന്നു. ഈസിയാണ്, ആകാശത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ചന്ദ്രനെ ഇത് പൗർണമി ദിവസത്തിലെ ചന്ദ്രനെ ധ്യാനിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കവിടെ ആ വ്യക്തി ഇപ്പം ചന്ദ്രനെ നോക്കിക്കൊണ്ട് ധ്യാനിക്കുന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടച്ചിട്ട് ധ്യാനിച്ചാലും അപ്പം പലപ്പോഴും ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉപാസന നടത്തുന്ന ആൾക്കാരുണ്ട്. പൗർണമി ദിവസം ചന്ദ്രനെ നോക്കുന്നു, അതിനുശേഷം ആ ചന്ദ്രൻ്റെ ആ ആകാരം മനസ്സിൽ ഇപ്പം ചന്ദ്രനെ നോക്കുന്നു, കണ്ണടയ്ക്കുന്നു, ചന്ദ്രൻ്റെ ആകാരം മനസ്സിൽ കാണുന്നു, വീണ്ടും ചന്ദ്രനെ നോക്കുന്നു, അപ്പം ചന്ദ്രനെ തന്നെ നോക്കിക്കൊണ്ട് ധ്യാനിക്കുന്നു. അപ്പോൾ അവർ ധ്യാനം തന്നെയാണെന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ തന്നെ എടുത്താൽ മതി. ഇപ്പം ചന്ദ്രനെ നോക്കിക്കൊണ്ട് ധ്യാനിക്കുന്നു, പിന്നെ ചന്ദ്രനെ കണ്ണടച്ചുകൊണ്ട് ധ്യാനിക്കുന്നു, പിന്നെ ചന്ദ്രനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ചന്ദ്രനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോഴാണെങ്കിൽ ചന്ദ്രനെ നോക്കിക്കൊണ്ട് ചന്ദ്രനിൽ പ്രതിഷ്ഠിതമായിട്ടുള്ള മറ്റേതെങ്കിലും ഒരു രൂപം, ചിലപ്പോൾ ശ്രീകൃഷ്ണ രൂപത്തിൽ ചന്ദ്രനിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ശ്രീകൃഷ്ണ രൂപത്തെ ധ്യാനിക്കുന്നു, അല്ലെങ്കിൽ ദേവീ രൂപത്തെ ധ്യാനിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ധ്യാനിക്കുന്നു. പിന്നെ അത് തന്നെ കണ്ണടച്ചിട്ടാണെങ്കിൽ ആ ചന്ദ്രാകാരം മനസ്സിൽ ധ്യാനിക്കുന്നു, പിന്നെ ആ ചന്ദ്രാകാരത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഇഷ്ടദേവതാ രൂപം ധ്യാനിക്കുന്നു. ഇതൊക്കെ നമ്മൾ സാധാരണ ഇങ്ങനെ കാണുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവിടെ നമുക്ക് ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വ്യക്തതയുണ്ട്. അതിനകത്ത് ഇപ്പം ധ്യാനത്തിനകത്ത് ധ്യേയം എന്താണെന്നുള്ളതിനെക്കുറിച്ചും വ്യക്തതയുണ്ട്. ധ്യേയം കസ്മിൻ പ്രതിഷ്ഠിതം എന്നുള്ളതിന് നമുക്കവിടെ വ്യക്തമായിട്ടുണ്ട്. ആകാശത്തിൽ ചന്ദ്രൻ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ചന്ദ്രനിൽ ദേവത പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഇനി കണ്ണടച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചിലർ പറയുന്നതാണ് ഞാൻ ആത്മധ്യാനം നടത്തുന്നു. അപ്പോൾ ഇതിനകത്ത് ധ്യേയമായിട്ട് ആത്മാവ് വെച്ച് കഴിഞ്ഞാൽ എവിടെ കൊണ്ടിരുത്തും? അതാണ് ഇതിൻ്റെ മനസ്സിൽ. അപ്പോൾ പിന്നെ നമ്മൾ പറയേണ്ടി വരും മനസ്സിലുള്ള ആത്മാവിനെ ഞാൻ ധ്യാനിക്കുന്നു പറഞ്ഞു. അപ്പോൾ മനസ്സിൽ ആത്മാവ് അപ്പം സങ്കല്പിക്കുന്നു. അപ്പോൾ അങ്ങനെ സങ്കല്പിക്കുക എന്ന് പറയുമ്പം ഈ മനസ്സിൽ ആത്മാവിനെ എവിടെ കൊണ്ട് എങ്ങനെ എന്ത് തരത്തിലുള്ള സങ്കല്പം അവിടെ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അത് ബ്രഹ്മത്തിനെ ധ്യാനിക്കുന്നു എന്ന് പറയുന്നത് ബ്രഹ്മധ്യാനം എന്ന് പറഞ്ഞിട്ടുള്ള ധ്യാനത്തിന്. ഇപ്പം എങ്ങനെയാണ് ബ്രഹ്മത്തിനെ ഇപ്പം ധ്യാനിക്കുന്നത്? അരൂപമായിട്ട് ഞാൻ ധ്യാനിക്കുന്നു. അരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താണ് അരൂപം എന്ന് പറഞ്ഞാൽ? അരൂപം ഇപ്പം അതിന് ഒരു ഉത്തരം കണ്ടെത്തണം. ഞാൻ ധ്യാനിക്കുന്നു അരൂപത്തെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടെടുത്തിട്ട് എന്തെങ്കിലും ഒന്ന് ഒരു ശൂന്യതയെ ധ്യാനിക്കുന്നു, ഇല്ലായ്മയെ ധ്യാനിക്കുന്നു. രൂപമില്ലായ്മയാണല്ലോ അരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് വേറെ എന്താ? ഇപ്പം അരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തെടുക്കുക? രൂപമില്ലായ്മ, അതല്ലാതെ വേറെ അർത്ഥമൊന്നുമില്ല. അരൂപം എന്ന് പറഞ്ഞു അശബ്ദം, അസ്പർശം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് അരൂപം എന്ന് പറയുന്നത്. രൂപമില്ലായ്മ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ അരൂപത്തിനാണെന്നുണ്ടെങ്കിൽ അരൂപഹ എന്ന് പറയുന്നു, അല്ലെങ്കിൽ അരൂപി എന്ന് പറയുന്നു. ഒന്ന് സ്ത്രീലിംഗത്തിൽ പറയുന്നു, അല്ലെങ്കിൽ അത് പുല്ലിംഗത്തിൽ പറയുന്നു, അല്ലെങ്കിൽ അത് നപുംസകത്തിൽ പറയുന്നു. എങ്ങനെ ആയിക്കഴിഞ്ഞാൽ അർത്ഥം ഒന്നേ ഉള്ളൂ. അത് ഏത് വാക്കിൽ ഏത് രീതിയിൽ പറഞ്ഞാലും രൂപമില്ലായ്മ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ രൂപാഭാവം എന്നാണോ ഉദ്ദേശിക്കുന്നത്? രൂപാഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആകാശത്തിൻ്റെ രൂപം എന്താ? രൂപാഭാവമാണ്. രൂപത്തിന് രൂപമൊന്നുമില്ലായ്മ. ആകാശത്തെ ഇപ്പം എങ്ങനെയാണ് ധ്യാനിക്കുന്നത്? ഇതാണ് ആകാശം രൂപമില്ലായ്മ ഒരു വശത്ത് കിടക്കുന്നു. അപ്പോൾ പക്ഷേ ആകാശമുണ്ട്.
ഘടത്തിൻ്റെ അഭാവം എന്ന് പറയുന്ന ഘടരൂപത്തിൻ്റെ ഇല്ലായ്മ, അങ്ങനെ എടുത്തൂടെ, ഘടരൂപത്തിൻ്റെ ഇല്ലായ്മ എന്ന് പറയുന്ന രൂപമില്ലായ്മയും ആകാശത്തിൻ്റെ രൂപമില്ലായ്മ എന്ന് പറയുന്ന രൂപമില്ലായ്മയും. അപ്പോൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദിയില്ലല്ലോ ഒരിതന്തമില്ലല്ലോ എന്ന് പറയേണ്ടി വരും. ഇവിടെ കൊണ്ടുപോയിട്ട് എന്തർത്ഥത്തിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും? അതുകൊണ്ടാണ് ഈ ഉപാസന ചെയ്യുന്നവർ, ധ്യാനിക്കുന്നവർ, അല്ലെങ്കിൽ ഭക്തന്മാർ കടന്നൊന്നും ചിന്തിക്കേണ്ടതില്ല. ഇതൊന്നും ചിന്തിക്കാൻ പോകരുത്. ഇതൊക്കെ വേറെ പണിയൊന്നും ഇല്ലാത്ത, തൊഴിലൊന്നും ഇല്ലാത്തവർ അവരിന്ന് ചിന്തിച്ചോട്ടെ. നമുക്ക് കുറച്ച് സമയത്തിന് ഈശ്വരധ്യാനമൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ഈ മാതിരിയുള്ള ചിന്തകളിലേക്ക് പോകണ്ട. സിമ്പിളായിട്ട് പ്രാർത്ഥിക്കുക, പ്രാർത്ഥന നിർത്തുക, എന്നിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. വീണ്ടും ഒഴിവ് കിട്ടുന്ന സമയത്ത് വരിക, പ്രാർത്ഥിക്കുക, എന്നിട്ട് നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു നല്ല ഒരു കർമ്മയോഗിയായിട്ട്, ഉപാസകനായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച ശേഷമാണെന്നുണ്ടെങ്കിൽ നമുക്കിനിയും പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യാനുമില്ല. നമുക്കിനിയും പ്രത്യേകിച്ച് നമ്മുടെ സമയനഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഒന്നും ബാധിക്കുന്നില്ല എങ്കിൽ ആ സമയത്ത് നമുക്ക് ഈ മാതിരിയുള്ള ഈ കൊനസ്റ്റ് ചോദ്യങ്ങളും ചോദിച്ച് അതിന് ഉത്തരമുണ്ടോ എന്നുള്ളത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ പറയും വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുമില്ല. പക്ഷെ വേറൊരു കാര്യങ്ങളുണ്ട്, ആ സമയത്ത് ചിന്തിക്കണമെങ്കിൽ ആവശ്യം പോലുള്ള മെറ്റീരിയൽസും കൂടെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. മെറ്റീരിയൽസിന് നമുക്ക് ഈ ഒരുപാട് നാളത്തെ കളക്ഷൻ കൊണ്ട് മാത്രമേ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാകത്തുള്ളൂ. മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻസ്. ഈ ഇൻഫർമേഷൻസ് നമ്മൾ ഒരുപാട് സ്റ്റോക്ക് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് പരസ്പരം ബന്ധിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ബന്ധിപ്പിക്കുന്നതിലൂടെയാണ് നമുക്കൊരു വ്യക്തത എല്ലാത്തിടത്തും വരുത്താൻ പറ്റത്തുള്ളൂ. അപ്പം ചോദ്യങ്ങൾ നമുക്കുണ്ട്, അതിന് നമ്മുടെ വ്യക്തതയുമായിട്ടുള്ള ഉത്തരങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ മാത്രം നിൽക്കുക. പിന്നെ നമ്മൾ കടന്ന് ചിന്തിക്കാൻ പോകണ്ട എന്നുള്ളതാണ്. പിന്നെ ക്ലാസ്സുകളിൽ നമ്മളിങ്ങനെ പലതും പറയാം, അതിനർത്ഥം നമ്മൾ അതിൻ്റെ പിന്നാലെ പോകണമെന്നല്ല, അതിനൊരു രസത്തിന് ഇങ്ങനെ പറയുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധികമൊന്നും ചിന്തിക്കാൻ പോകണ്ടെന്ന് സാരം, കൃത്യമായിട്ടുള്ളത് പഠിക്കുക. വേറൊന്നും വേണ്ട. നമ്മൾ ഈ ബ്രഹ്മസൂത്രം തന്നെ ഓരോ സൂത്രങ്ങളും വെറുതെ സിമ്പിളായിട്ട് പഠിച്ചു പോയാൽ മതി. അതിനൊരു അർത്ഥമുണ്ട്. ആ ഒരു അർത്ഥം, സിമ്പിളായിട്ടുള്ള അർത്ഥമുണ്ടെങ്കിൽ അത് മാത്രം മനസ്സിലാക്കി പോയാൽ മതി, പറഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനകത്തൂടെ നമുക്ക് ഈ ആദ്യത്തെ ഈ മന്ത്രത്തിലൂടെ നമുക്ക് ഇവിടെ അർത്ഥം ഇതാണ്: യഫ് പുനരേതം ത്രിമാത്രേണ എന്ന് പറയുന്ന പരംപുരുഷനെ പ്രാപിക്കുന്നു എന്ന് പറയുന്നിടത്ത് നമുക്ക് പരംപുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മദേവനായിട്ട്, ബ്രഹ്മലോകപ്രാപ്തിയും ബ്രഹ്മദേവപ്രാപ്തിയുമായിട്ടൊക്കെ നമ്മൾ അർത്ഥത്തിലേക്ക് പോയാൽ മതി. അപ്പം പരബ്രഹ്മം സർവഗതമാണ്, അപരിച്ഛിന്ന ബ്രഹ്മം, രൂപധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അപരിച്ഛിന്ന ബ്രഹ്മത്തിൻ്റെ ധ്യാനം എന്ന് പറയുന്നത് സാധ്യമല്ല. ഇങ്ങനെയൊക്കെ ഉള്ളത് കാരണം നമുക്ക് എന്ന് മാത്രമല്ല, ബ്രഹ്മലോകപ്രാപ്തി എന്ന് പറയുന്നത് അവിടെ അപരബ്രഹ്മത്തെക്കുറിച്ച് ഇതെല്ലാം നമ്മൾ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉപാസനയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്നും ബ്രഹ്മലോകപ്രാപ്തിയാണ് അതിൻ്റെ ഫലമെന്നും നമ്മളിവിടെ മനസ്സിലാക്കണം. അപ്പോൾ അവിടെ പരൻ എന്നുദ്ദേശിക്കുന്നത്, പരംപുരുഷം എന്നുദ്ദേശിക്കുന്ന ഹിരണ്യഗർഭനെയാണെന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഉപദേശം അവിടെ തീരുന്നില്ല. അപ്പോൾ 5.2.5 ആണെങ്കിൽ അതിനുശേഷം വരുന്നിടത്ത് പറയുന്നുണ്ട്: സഹ ഏതസ്മാത് ജീവഘനാത് പരാത്പരം പുരുഷയം പുരുഷമീക്ഷത്തെ എന്ന്. പിന്നെ അതിനുശേഷം പരാത്പരം പുരുഷം ഈക്ഷത്തെ എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു മന്ത്രവും അവിടെ കൊടുത്തിട്ടുണ്ട്, ഈ പ്രശ്നോപനത്തിൽ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ അർത്ഥം എന്താ? പരത്തിനും പരമായിട്ടുള്ള പുരുഷനെ ഈക്ഷത്തെ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഈക്ഷത്തെ എന്ന് പറയുന്നത്, കാണുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഈക്ഷത്തെ അവിടെ കാണുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയാണ് കാണുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്? ആ കാണുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഉപാസന മുമ്പ് പറഞ്ഞിരിക്കുന്ന പരംപുരുഷം എന്ന് പറഞ്ഞിടത്തുണ്ടല്ലോ, പരംപുരുഷം അഭിധ്യായീത എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്ന്. അതേസമയം ഇവിടെ പറഞ്ഞിരിക്കുന്നത് പരാത്പരം പുരുഷയം പുരുഷം ഈക്ഷത്തെ എന്ന്. ഇവിടെ പരാത്പരം പുരുഷം എന്ന് എടുത്തും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ പരംപുരുഷം എന്ന് പറഞ്ഞിരിക്കുന്നു, ഇവിടെ പരത്തിനും പരമായിട്ടുള്ള പുരുഷനെ എന്നുള്ള എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അഭിധ്യായീത എന്നുള്ള പ്രയോഗമല്ല ഉള്ളത്, പകരം
ഈക്ഷത്തെ എന്നുള്ളത് കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതിനെയാണ് കാണുന്നത്. അവിടെ പിന്നെ ധ്യാനിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ അറിയുന്നു എന്നർത്ഥം. അവിടെ ഈക്ഷത എന്ന് പറഞ്ഞാൽ അറിയുന്നു, പരത്തിനും പരമായിട്ടുള്ള പുരുഷനെ അറിയുന്നു. മറ്റേത് പരം പുരുഷനെ ധ്യാനിക്കുന്നു. ധ്യാനിക്കാൻ പറഞ്ഞിടത്ത് നമ്മൾ ഹിരണ്യഗർഭനായിട്ടും എടുക്കണം. പരം പുരുഷനെ അറിയുന്നു എന്ന് പറയുന്നിടത്ത് പരബ്രഹ്മത്തെ അറിയുന്നതായിട്ടും എടുക്കണം. അപ്പം ചുരുക്കത്തിൽ ഇവിടെ ഈ ഓംകാര താൽ എന്നുള്ള എടുക്കണം. അപ്പോൾ ഓംകാരത്തിനെ നമുക്ക് ഈ രണ്ട് തരത്തിലും എടുക്കാം. ഒന്ന് ഉപാസനാ വിഷയമായിട്ടും എടുക്കാം. രണ്ടാമത്തേത് ജ്ഞാനത്തിന്, ഈ ഓംകാരം എന്ന് പറയുന്നത് പ്രമാണമായിട്ട് ജ്ഞാനത്തിലൂടെ നമുക്ക് പരബ്രഹ്മപ്രാപ്തിയും സാധ്യമാണ്. അപ്പോൾ ഈ ഓംകാരത്തിൻ്റെ ആ വിശദീകരണമാണ് നമ്മൾ ഈ മാണ്ഡൂക്യ ഉപനിഷത്ത് തന്നെയുള്ളത്. അപ്പോൾ ആ തരത്തിലിൻ്റെ അർത്ഥവിശകലനം ചെയ്ത് ജ്ഞാനത്തിലൂടെ പരംപുരുഷനെയും അവിടെ പ്രാപിക്കാം എന്ന്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഇത് നോക്കിക്കേ, അതായത് മന്ത്രം ഇതാണ്, അല്ല ഈ സൂത്രം ഇതാണ്. എന്തായിരുന്നു? ഈക്ഷതി കർമ്മ വ്യപദേശാത് സഹ എന്ന് പറയുന്നത്. അപ്പോൾ ഈക്ഷതി കർമ്മത്തെ വ്യപദേശാത് എന്ന്, ഈക്ഷതി കർമ്മം ഉപദേശിച്ചിരിക്കുന്നത്, വ്യപദേശം എന്ന് പറഞ്ഞാൽ ഉപദേശിച്ചിരിക്കുന്നത്. ഈക്ഷതി കർമ്മ അവിടെ ഉപദേശിച്ചിരിക്കുന്നു പറഞ്ഞ് ആ ഈക്ഷതി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ ഈക്ഷതിയാണ്. ഏത് പ്രശ്നോപനിഷത്തിലെ ഈക്ഷതിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈക്ഷത്തി അധികരണം എന്ന് പറഞ്ഞിട്ടുള്ള വേറൊന്നുണ്ടല്ലോ, അവിടുത്തെ ഈക്ഷതി എന്ന് പറയുന്നത് ഇവിടുത്തെ ഈക്ഷതി എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. സൈക്ഷത എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ഒരു ഈക്ഷതിയുണ്ട്. അവിടെ സായിക്ഷത എന്നുള്ളത് നമ്മൾ ഈക്ഷതി കർമ്മത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവിടെ ബ്രഹ്മത്തെയാണ് അവിടെ പറയുന്നത്, അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഈക്ഷതി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അവിടെ ഈ ബ്രഹ്മം ദർശിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ബ്രഹ്മത്തെ ദർശിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അവിടെ സൃഷ്ടിയെക്കുറിച്ചാണ്, സൃഷ്ടികർമ്മത്തിന് ബ്രഹ്മമാണ് ഈക്ഷിച്ചത്. ഇവിടെയാണെങ്കിൽ ഉപാസന ചെയ്യുന്നവന് ജ്ഞാനപ്രാപ്തിയോടുകൂടിയിട്ട് ബ്രഹ്മത്തെ അറിയുന്നു എന്ന്. ഉപാസന ചെയ്യുന്നവൻ ആദ്യം അപരബ്രഹ്മത്തെ എന്ന്, അല്ലെങ്കിൽ ഇവിടെ പരപുരുഷനെ എന്ന്, അല്ലെങ്കിൽ ഇവിടുത്തെ ഹിരണ്യഗർഭനെ ഉപാസനയിലൂടെ നേടുന്നു. പിന്നീട് അതിനുശേഷം ജ്ഞാനത്തിലൂടെ മുക്തിയെ പ്രാപിക്കും. ഇങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ സാധാരണഗതിയിൽ പറയുന്ന ക്രമമുക്തി എന്ന് പറയും. അതായത് ആദ്യം ബ്രഹ്മലോകത്തെത്തുന്നു, ബ്രഹ്മലോകത്തെത്തിയ ശേഷം ബ്രഹ്മദേവൻ്റെ ഉപദേശത്തോടു കൂടിയിട്ട് അവിടുന്ന് മുക്തിക്കുള്ള ഉപദേശം കിട്ടുന്നു. എന്നിട്ട് സദ്യോമുക്തി അവിടെ വെച്ച് സാധ്യമാകുന്നു. അങ്ങനെ പരബ്രഹ്മപ്രാപ്തി ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ 3 മാത്രകളോടുകൂടിയ, അപ്പോൾ ഈ സൂത്രത്തിൻ്റെ അർത്ഥം ഇതാണ്, 3 മാത്രകളോടുകൂടിയ ഓംകാരത്തെ ധ്യാനിക്കുന്നതിനുള്ള ഫലം ബ്രഹ്മലോകപ്രാപ്തി ക്രമത്തിൽ സമ്യക് ദർശനം. ഈ അർത്ഥം അവിടെ എടുക്കണം എന്ന്. അപ്പോൾ അവിടെ സമ്യക് ദർശനം കിട്ടിക്കഴിയുമ്പോൾ മുക്തിയുമായി എന്ന്. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.